ഗൈസ് ഗുഡ് മോർണിംഗ്. സമയം ഏകദേശം 8:17 കണ്ടോ അതേ ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ രാവിലത്തെ വ്ലോഗ് ഇതുവരെ എടുത്തിട്ട് നമ്മൾ രാവിലത്തെ പരിപാടി എന്താണെന്ന് കാണിക്കും. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല. ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനായിട്ട് രാവിലെ എണീറ്റ് പെരക്കകത്ത് ഉപയോഗിക്കുന്ന ഡേ ഇൻ ലൈഫ് ഒന്നുമില്ല. സോ നമ്മളെ കൊണ്ട് രാവിലെ നമ്മളൊരു നടക്കാൻ ഇറങ്ങും. വൈകിട്ട് എപ്പോഴും പോകുന്നില്ലെങ്കിൽ രാവിലെ ഡെയിലി നടക്കാൻ പോകുന്നുണ്ട്. വെയിലില്ലെങ്കിൽ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഇതാണ് അവിടെ നടക്കുന്ന പ്ലേസ് ഉണ്ട്. അതേ നടന്നു പോകുന്നു. എനിക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇൻട്രോ എടുക്കാൻ വന്നപ്പോൾ ഇതാണ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഗുഡ് മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല ഒരാൾ പ്രാവിനെ നോക്കി പോകും. മേളിൽ പ്രാവുണ്ട്. എന്താ അവിടെ പ്രാവും കൂടി ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ സുമാണ് കണ്ടാ, അവിടെ പ്രാവുണ്ട്. അതിനെ കാണാനാണ് വെളിയിൽ പോകുന്നത്. ഇതിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത്. അപ്പം രാവിലെ അവിടെ വെയിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ അതാ കട്ട് ചെയ്തത്. അപ്പം രാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രാവിലെ പുറത്ത് വെയിലാണെങ്കിൽ ചൂട് കൂടുതലാണെങ്കിൽ ഇവിടെയാണ് നടക്കുന്നത്. അപ്പം പ്രാവിനെ നോക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലത്തെ വാക്കിംഗ് വേ ആണിത്. ഇവിടെ നിന്ന് വീട്ടിന് ചുറ്റും ഇങ്ങനെ നടക്കും. ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കറങ്ങിത്തിട്ട് ഇവിടെ വരും. ഒരാൾ പ്രാവിനോട് വർത്താനം പറഞ്ഞ് തീർന്നില്ല. ഇപ്പം മറ്റേ മേളത്തെ അവർ വന്നപ്പോൾ അവരോട് സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് വേറൊരു സാധനം കാണിച്ചാൽ ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ നിന്നത്. കണ്ടത് കോല. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു തമിഴ് ഫാമിലി താമസിക്കുന്നുണ്ട്. അവർ വരയ്ക്കുന്നത്. അവർ ഡെയിലി കോല ഇടുന്നു. ഡെയിലി അല്ല, ഇവർക്ക് എന്ത് ഇപ്പോൾ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അവരുടെ മറ്റേ ആദിമാസമോ എന്തായാലും മാസമാണ്. നമുക്ക് കർക്കിടക മാസം പോലെ അവരുടെ ആടിമാസം ഏതാണ്ടാണ്. അത് കാരണം അവർ ഇപ്പോൾ കോലമൊക്കെ വരയ്ക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. സാധാരണ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇന്ന് പ്രത്യേകതയുണ്ട് തോന്നുന്നു. ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഇലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കാണാമോ? ഇതണ്ട ഇലയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. വരുത്തി ഇവിടെ മാത്രം നടന്നുകൊണ്ടിരിക്കുക. വാ പോവാ വാ. അപ്പം ഇത് എനിക്ക് മിക്കവാറും ഷോർട്ട് ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇത് ചെറിയ പരിപാടി ഈ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ രാവിലത്തെ പരിപാടി. രാവിലെ എന്തായാലും ഡെയിലി നടക്കാറുണ്ട് ഇവിടെ കൂടെ. കാരണം ഇപ്പോൾ അവർക്ക് വഴിയൊക്കെ പരിചയം കണ്ട പോകുന്നു. ഇങ്ങനെ അങ്ങോട്ട് നടന്നോളൂ. മിന്തി നമ്മൾ പുറകെ നടന്നു കൊടുത്താൽ ഒക്കെ നോക്കൂ. ഒരാളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോഡിലേക്ക് നടത്താൻ കൊണ്ടുവന്നു. അവിടെ എന്നിട്ട് കറങ്ങി നോക്കും അടുത്തെന്ന് തോന്നുന്നത്. റോഡിലോട്ട് പോയി. വെയിലുണ്ട് കണ്ട. ചൂടില്ല, പക്ഷെ വെയിലുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചൂടാവും. ഇപ്പം സമയം എത്രയായി? 8:30 കഴിഞ്ഞിട്ട് 31 ആയിട്ടേ ഉള്ളൂ. നടന്ന് പോവും അങ്ങോട്ടോ. ചൂട് അയ്യോ വെയിൽ കൂടി തുടങ്ങി. ഒരു മിനിറ്റ്. ചെറുതായിട്ട് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചോട്ട് കേട്ടോ. നിസാൻ്റെ എക്സ്ട്രീമോ ഒരു വണ്ടി പോകണം. ഇവിടെ ഒരു വണ്ടികളെ പോകണമല്ല. ഞാൻ വിചാരിച്ചു ടൊയോട്ട ആയിരിക്കും. പക്ഷെ ടൊയോട്ട അല്ലത്. അതല്ല നിലത്തള്ളക്കറക്കാൻ കയറി തോള വന്ന് കയറിയിരിക്കുകയാണ്.
പിന്നെ തോളയിരുന്നുള്ള കറക്കമാണ് മകളുടെ. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കൂടെ വെറുതെ നടക്കുക. വെയിൽ കുറഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ട് വീട്ടിൽ ഇറങ്ങിയ കാറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഈ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ കത്തിപ്പോവും, അമ്മാതിരി ചൂടാണ്. പക്ഷെ ഇപ്പോൾ നല്ല ചെറിയ കാറ്റുണ്ട്. വൈകിട്ട് വന്നിരിക്കാനും നല്ല കാറ്റുണ്ട്. വെയിലിപ്പോൾ കുറവില്ല, കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അല്ല ഒരാൾ കഴിച്ചാണ് തുടങ്ങി. ഇതാ വണ്ടി ജാഗ്വാർ അല്ല, ഇത് ഇവിടുത്തെ മറ്റേ ലോക്കൽ വണ്ടി. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വെയിൽ കുറഞ്ഞുണ്ടാകൊണ്ട് നടന്നിറങ്ങിയ. ഇപ്പോൾ ഇവിടുത്തെ ചൂട് നോക്ക്, 31 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. വെയിൽ നോക്ക് വേണ്ട, നല്ല മുതുക്ക് വെയിൽ. 31 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ കാണുന്നത് നിങ്ങൾ. നല്ല കിടിലം വെയിൽ. നമ്മൾ കുറച്ച് നേരം അകത്തൊക്കെ കുത്തിയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരാൾ ബഹളം തുടങ്ങി. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇറങ്ങിയതാണ് പുറത്തോട്ട്. അപ്പോഴാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കണ്ടു. ചെരുപ്പ് പോലും ഇട്ടില്ല, പോകാരുത്. ഞാൻ ചെരുപ്പിടാൻ മറന്നുപോയി. എന്താ അങ്ങനെ പഴുത്തിരിക്കുന്നു, അതാണ് ചൂട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ, നമ്മളപ്പോൾ രാവിലെ ടാറ്റയും ഗുഡ് ബൈയും പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കവും ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഒരു 6:50 ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും നടക്കിറങ്ങിയല്ലോ, പാല് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുക, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ ദ പാല് വാക്കിങ്. നല്ല ഇരുട്ടായി, ബാഗൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്, നമ്മൾ മറ്റേ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആ കടയിൽ നിന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ പുറത്തിറങ്ങണ കാരണം ഒരുത്തി കൂടെ തൂക്കിയെടുത്ത് കയറ്റിയിരിക്കുകയാണ്, പോന്നിരിക്കുകയാണ് എൻ്റെ കൂടെ. അല്ല ചുറ്റുപാട് നോക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയുണ്ടോ, നല്ല ചുമലയും വെള്ളമൊക്കെ ഇട്ട് ചുമലിച്ചിരിപ്പുണ്ടാകും. അപ്പം വീണ്ടും വെൽക്കം ബാക്ക്. അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല, രാവിലെ എടുത്ത കാരണം ഇൻട്രോ എടുക്കുന്നില്ല. നമ്മൾ മെയിൻ റോഡ് അതിലേ കൂടെയാണ്, അതിലിങ്ങനെ കറങ്ങി വരും. നമുക്ക് ഷോർട്ട് കട്ട് പിടിച്ച് പോവാം. ഞാൻ കടയിൽ പോയി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു, അയ്യോ പൈസ അവിടെ പോയി. എന്തോ 2 റിയാൽ ഏതാണ്ടാണ് പറഞ്ഞത്. 2 റിയാലോ 1.5 റിയാലോ ഏതാണ്ടാണ് ഇവിടെ പാലിന്. എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ കടയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക്. നമ്മൾ മറ്റേ നെക്സ്റ്റോയിൽ പോയി മേടിക്കും, സാധനം എടുക്കുന്നു, ബില്ലടിക്കുന്ന കാർഡാണ്. അതുകൊണ്ട് പിന്നെ നോക്കണ്ട. ഇപ്പോൾ എന്തൊരു പരിപാടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇനി ഇവിടെ മറ്റേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ പാലിൻ്റെ. ഇനി ഇവിടുത്തെ പൈസ അങ്ങനെ കാണിച്ചു തരാം. എന്താണ് എന്നെ പറയണ്ട, ഞാൻ എന്തോ ചെയ്ത് തീർക്കണമല്ലോ. പേർക്ക് നോക്കിയിട്ട് എന്നെ നോക്കി അതാണ്ടൊക്കെ പറയും. ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ കണ്ടാ എനിക്ക് ക്യാമറ നോക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് അവസ്ഥ. ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പം കുഴപ്പമില്ല, ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ഓവർ വെട്ടം എന്നെ പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നൈറ്റ് നമ്മൾ മറ്റേ ക്യാമറ എടുക്കുന്നത്, നമ്മുടെ സാംസങ് എടുക്കുന്നത്. ഇപ്പം മോട്ടറോളയിലാണ് പോകുന്നത്. എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഒരാൾ ചിരിച്ചോണ്ടിരിക്കുന്നു, എന്തിനാണോ അത്? ലെറ്റ്സ് ഗോ. വേണ്ട, ലൈറ്റൊക്കെ വീണ് തുടങ്ങി. അയ്യോ എന്താ വട്ടം പൈസ. അങ്ങനെ നമ്മൾ കടയിലെത്തിയിരിക്കുന്നു. ഇതാണോ കട? ആണെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ കട പോലത്തെ സെറ്റപ്പ്. നമ്മളന്ന് നമ്മളാ നടക്കുന്ന വഴിയാണല്ലോ. ഈ വട്ടം കാരണം എനിക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും സാധനം മേടിച്ചിട്ട് വരാം. പൈസ ഇപ്പോൾ നമ്മൾ ആ കട തുറന്നിട്ട് നമ്മളപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്താണെന്നറിയാം, ഞാനകത്ത് ഇവിടെ വലിയ കടകളായിരിക്കുന്നു. ഇതൊക്കെ വീടുകളാണ്, കൊള്ളാം കേട്ടോ. വൈദ്യുതി നമ്മൾ സാംസങ് എടുത്തിരിക്കുകയാണ്. നേരത്തെ എടുത്തപ്പോഴത്തേക്ക് ഒരുമാതിരി ഇട്ടുണ്ടാകും. ഇവിടെ ഒരു ലോണ്ട്രി ഉണ്ട്, പിന്നെ എന്തോ ജെൻസ് ടൈലറിങ് ഉണ്ട്. എന്താ നൈസല്ലേ? ഇതാണ് സാംസങ് മോട്ടോറോളയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കറക്റ്റ് നല്ല കിടിലും വെട്ടത്തി എടുക്കണമുണ്ട്. നല്ല ആ ഒരു നൈറ്റ് വൈബ് അറിയാൻ പറ്റും. കട തുറന്നിട്ടില്ല. നമ്മളപ്പോൾ ഇവിടെ എന്നാന്നറിയാൻ വേണ്ടി വന്നത് കണ്ടു. ഇതെന്തോ ഒരു സെറ്റപ്പ് ലൈവ് മീൻസ്. ഞങ്ങൾക്ക് എന്തായാലും പോവാം. വേറെ വല്ല കട ഉണ്ടോയെന്ന് നോക്കട്ടെ. എന്തായാലും അപ്പോൾ നമ്മൾ പാല് മേടിച്ചിറങ്ങി ഇതേണ്ട സാധനം. അപ്പോൾ അവിടെ കടയിരുന്ന പുള്ളി മലയാളിയായിരുന്നു, കോഴിക്കോടുകാരനായിരുന്നു. ഇതായിരുന്നു കട. പുള്ളി അന്നേരം അടച്ച് ഇപ്പുറത്ത് റൂമിൽ പോയിരിക്കും. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ആള് അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നോട്ട്. നമ്മൾ അപ്പുറം നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ആൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നെ. എന്നെ കണ്ട് ചിരിച്ച്. ഞാൻ അന്നേരം അവിടെ ഇരുന്ന് വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി എന്നിട്ട് എന്നോട് ഹിന്ദി സംസാരിച്ച്, ഞാനും ഹിന്ദിയിൽ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദി എവിടെയാണെന്ന് ചോദിച്ച്.
ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്. അപ്പോഴാണ് പറഞ്ഞത് ഞാനും കേരളത്തിൽ നിന്ന് മലയാളിയാണെന്ന്. എൻ്റെ പോരെ നല്ല മനുഷ്യൻ. കോഴിക്കോടുകാരനാണ്, കോഴിക്കോട് ടൗണിലും കണ്ട വീടെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ പിന്നെ കോഴിക്കോട് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു മലപ്പുറത്തേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കൊണ്ടായിൽ, അപ്പോൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു കുറേ സ്ഥലം. അപ്പോൾ പുള്ളി പറഞ്ഞ സ്ഥലമൊക്കെ എനിക്കറിയാം. നമ്മൾ ആ റൂട്ടൊക്കെ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം. അയ്യോ രണ്ടും കൂടെ പിടിക്കാൻ പാടാണ് കേട്ടാ. ഇതിലിരുന്ന വഴി ആ വഴി മറന്നു. അങ്ങനെ കുറച്ച് നേരം നല്ല മനുഷ്യൻ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും കൊള്ളാം. അയ്യോ ഇവളെയും പിടിച്ചുകൊണ്ട് നടക്കൽ ഇച്ചിരി പാടാം. ഒരു മിനിറ്റ് മാളെ ഒന്ന് ഇറങ്ങിക്ക്. ബാ 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 നടന്നോ. വാ 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 ബാ ബാ. അപ്പോൾ ഇങ്ങനെയായിരുന്നു സംഭവം. ബാ ബാ. ചെരുപ്പില്ലല്ലേ മകളെ നിനക്ക്. ബൈ ദ വേ ഇവിടുത്തെ പൈസയാണ് കാണുന്നത്. അതായത് നമുക്ക് തന്നത് 2 റിയാലാണ്. അത് കഴിഞ്ഞിട്ട് മിച്ചം വന്ന ഇത്രയും പൈസയാണ്. എന്തത് ഇത് 1.5, ഇത് 1.5, ഇതെത്ര, ഇത് 1.5, 100 പൈസ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇതിന് മൂല്യം എത്രയാണെന്ന് എനിക്കറിയാം. 2 റിയാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയായിരുന്നു, 30-40 അല്ല 30 ആയിരിക്കില്ല. എന്തോ റേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് വൈദ്യ ഇവിടുത്തെ പൈസ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത്രയും പൈസയാണ് ഇപ്പോൾ മിച്ചം കിട്ടിയത്. ഇരുട്ടായത് കാരണം ഫ്ലാഷ് അടിച്ചത്. നമ്മളപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഞാൻ ക്ഷീണിച്ച്. ഈ പാല് ഇവള് വ്ളോഗ് നടക്കില്ല, കാണാൻ പറ്റണ്ട. അപ്പോൾ ഷേസ് എങ്ങനെ നടന്നു കണ്ട എൻ്റെ മുഖമൊക്കെ പെട്ടെന്ന് ഉയർത്തി ഞാൻ. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ നമ്മൾ കിലോമീറ്റർ നടന്നാലേ വിയർക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് കണ്ട പെട്ടെന്ന് നിർത്തും. പിന്നെ സാംസങ്ങിൻ്റെ ക്യാമറയ്ക്കകത്തൊരു ചെറിയ മങ്ങൽ കയറിയിട്ടുണ്ട്. അത് ഗ്ലാസ് ഒട്ടിക്കുമ്പോഴത്തേക്കല്ല, ഗ്ലാസ് അല്ല ഡിസ്പ്ലേ പുതിയ ഒട്ടിക്കുമ്പോൾ പണ്ടത്തെ ഡിസ്പ്ലേ മാറിയ ശേഷം എല്ലാവരും ഒട്ടിച്ചിട്ട് ഈ ഒരുമാതിരി പുകഞ്ഞിരിക്കുക. കാരണം ഒരു മങ്ങലുണ്ട്. പക്ഷേ രാത്രി എടുക്കുമ്പോഴത്തേക്ക് ആ മങ്ങൽ തോന്നുന്നുണ്ട്. കറക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. എന്താണെന്തോ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ മാറിയ ശേഷം ഒരു ലുക്കില്ല കാണാനായിട്ട് ഡിസ്പ്ലേക്ക്. കഴിച്ച് അങ്ങനെ നടന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? പിടിഞ്ഞു മഞ്ഞിൽ. ഞാൻ വിയർത്തൊലിച്ചിരിക്കുന്നു. മുഖമൊക്കെ നല്ല ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. എനിക്ക് നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നടക്കില്ല. കാര്യം ഈ ചൂട് കൂടുതലാണ് തോന്നിയെന്ന്. പെട്ടെന്ന് വിയർത്തി ഞാൻ ക്ഷീണിച്ച് കതച്ച്. അപ്പോൾ ഇത്ര ഉള്ള വ്ളോഗ്. രാവിലെ തൊട്ട് എടുത്തുകൊണ്ട് ഒരു സൈനപ്പ് കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഡെയിലി വ്ളോഗായിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഡെയിലി ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ ഫോണെ തൊണ്ടുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവളായിട്ട് രാവിലെ ഒരു നടത്തം നടക്കുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കി കിടന്നുറങ്ങുന്നു. ഒരു 5 മണിയാകുമ്പോൾ എണീക്കുന്നു. ഇതുപോലെ വീണ്ടും പറ്റുവാണെങ്കിൽ ചൂട് കുറവുകൊണ്ട് നടക്കാൻ പോകും. ഇല്ലെങ്കിൽ അകത്ത് തന്നെ കുത്തിയിരിക്കുന്നു. അത് കാരണം ഡെയിലിയുള്ള വ്ളോഗില്ല, ഡെയിലി മൈ ലൈഫും ഇല്ല. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഡാക്കുസൻ സൈനിങ് ഓഫ്. ബൈ.